കാട്ടാനപ്പേടി മാറാതെ ആറള ഫാം പുനരധിവാസ മേഖല തങ്ങളും മനുഷ്യരല്ലേ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആറളത്ത് നിന്നും കെ ബി ഉത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറളത്തെ കാട്ടാനകളെ മയക്കുവെടിവെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടാനുള്ള നടപടി സ്വീകരിക്കണം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകൾ പകൽ സമയത്ത് പോലും പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. പുനരധിവാസ മേഖലയിലും ആറളം കാർഷിക ഫാമിലും തമ്പടിക്കുന്ന കാട്ടാനകളാണ് എല്ലാ മേഖലയിലും ഭീഷണി സൃഷ്ടിക്കുന്നത്. ആറളം ഫാമിൽ നിന്ന് രാത്രികാലങ്ങളിൽ കീഴ്പള്ളി, വട്ടപ്പറമ്പ്, ചതിരൂർ, വിയറ്റ്നാം, വാളത്തോട് തുടങ്ങിയ മേഖലയിലെല്ലാം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങിയ കാട്ടാനയാണ് ദീർഘദൂരം സഞ്ചരിച്ച് കരിക്കോട്ടക്കരിയിലും എത്തിയത്. കാട്ടാന പുറം ലോകത്തെത്തിയപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും മയക്കുവെടിവെച്ച് പിടികൂടുകയും ഉണ്ടായി. എന്നാൽ വർഷങ്ങളായി ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഭീതി പരത്തുകയും നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്ത കാട്ടാനകളെ പിടികൂടാൻ ഒരു നടപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതും പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. ആറളത്തെ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ സമീപനം പ്രതിഷേധാർഹമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്ന, മരണഭീതി ഉയർത്തുന്ന കാട്ടാനകളെ മയക്കുവെടിവെച്ച് പിടിച്ച് ഉൾവനത്തിൽ എത്തിച്ച് അവയ്ക്ക് അവിടെ വെള്ളവും തീറ്റയും ലഭ്യമാക്കാനുള്ള നടപടിയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ടത്. അക്രമകാരികളായ ആളെ കൊല്ലിക്കാട്ടാനകളെ ആറളത്ത് നിന്ന് മാറ്റേണ്ടതും അത്യാവശ്യം തന്നെയാണ്. 50-ഓളം കാട്ടാനകളാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ, ജനവാസ മേഖലയിൽ വർഷങ്ങളായി തമ്പടിച്ച് ഇവിടെ വലിയ ഭീതി പരത്തി മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുറത്ത് ഈ ആദിവാസി പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിക്കുന്ന കാട്ടാനകൾ ഇത് പുഴയ്ക്കക്കരെ പോയി പൊതുവായ സ്ഥലങ്ങളിലേക്ക് പോയി ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ വലിയ കോലാഹലങ്ങളുണ്ടാക്കി ആനയെ മയക്കുവെടി വെക്കാനും എല്ലാം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ വരുമ്പോൾ ഈ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ചോദിക്കുന്നത്, ഞങ്ങൾ ആദിവാസികളായതുകൊണ്ടാണോ ഈ കാട്ടാനകളെ ഇങ്ങനെ തുറന്നുവിട്ട് ഞങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം അവരുടെ ഒരു ചോദ്യം അവർക്ക് ന്യായമായ ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. കാരണം വർഷങ്ങളായി 2006 തുടങ്ങിയ പുനരധിവാസം, അതിനുശേഷം ഇങ്ങോട്ട് 17 ആളുകളെ ഇവിടെ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ കാട്ടാനകൾ ഈ മേഖലയിൽ വന്ന് ഓരോരുത്തരുടെയും വീടിന് മുമ്പിൽ വന്ന് ഭീതി പരത്തി മരണഭയമുണ്ടാക്കുന്ന അവസ്ഥ വരുമ്പോൾ ഈ കാട്ടാനകളെ പിടിച്ചുകൊണ്ടുപോകാനോ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിച്ച് ഭീതി പരത്തുന്ന, മനുഷ്യരെ കൊല്ലുന്ന കാട്ടാനകളെ മയക്കുപിടി വെച്ച് പിടിച്ച് ഉൾവനത്തിലേക്ക് അയക്കുകയോ അതല്ലെങ്കിൽ മറ്റ് ആനസങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയോ അവിടെ അവരെ കൊണ്ടുപോയാൽ മാത്രം പോരാ, ആ ഉൾവനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കാൻ, തീറ്റയും വെള്ളവുമെല്ലാം അവിടെ ഒരുക്കാനും വനംവകുപ്പിന്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ഒരു പരിധിവരെ ഇവിടെ ഈ ഭീതി ഏഷ്യയിൽ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമും ഏഷ്യയിൽ തന്നെ ഒന്നാമത്തെ ഇതെന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഈ പുനരധിവാസ മേഖലയെയും സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ആറളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ടിരിക്കുക? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ
പണിക്കൂലിയുമില്ല. നേരാ. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.